വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ ഇൻ, ഓൺ, അറ്റ് എന്നുള്ളത് ആസ് പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് ആയിട്ടാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ടൈം എന്ന് മനസ്സിലാക്കി, ഒരു ജനറൽ ഓവർവ്യൂ മാത്രം തന്നെ ഉള്ളൂ. ഇന്ന് പറയുമ്പോൾ ഇൻ എ ടാക്സി, ഇൻ എ കാർ, ഇൻ എ ക്ലാസ്, ഇൻ ഡിക്ഷണറി, ലൈക്ക് ദാറ്റ് അങ്ങനെ ഒന്ന് ഉപയോഗിക്കുക. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇപ്പൊ ടാക്സിയിലാണെങ്കിൽ ഓൺ എ ടാക്സി എന്ന് പറയരുത്, അറ്റ് എ ടാക്സി എന്നും പറയരുത്. എന്ത് പറയണം? ഇൻ എ ടാക്സി. ഇൻ എ കാർ, ഐ ആം നൗ ഇൻ എ കാർ. In a class, now I am in a class. I am in class. On news, yesterday. On TV, മീഡിയകളൊക്കെ ആണെങ്കിൽ ഓൺ എന്ന് ഉപയോഗിക്കുക. ഇനി അറ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക, അറ്റ് ദ ബസ്, നമ്മൾ ബസ് കാത്തുകൊണ്ട് ഇരിക്കുകയല്ലോ, നിൽക്കുകയാണെങ്കിലും ബസ് സ്റ്റോപ്പിലാണെങ്കിൽ അറ്റ് ദ ബസ് സ്റ്റോപ്പ്, ഐ ആം അറ്റ് ദ ബസ് സ്റ്റോപ്പ് നൗ. അറ്റ് ദ മ്യൂസിയം, മ്യൂസിയത്തിലാണെങ്കിൽ അറ്റ് ദ മ്യൂസിയം. അറ്റ് എ പാർട്ടി, ഒരു ഫോൺ കോൾ വന്നു, ഡോണ്ട് കോൾ മീ അഗെയിൻ, ഐ എം അറ്റ് എ പാർട്ടി. അതുപോലെ തന്നെ ഇങ്ങനെയും പറയാം, ഡോണ്ട് ഡിസ്റ്റർബ് മീ, ഐ എം അറ്റ് വർക്ക്. അപ്പൊ അടുത്തത് അറ്റ് എന്ന് പറയുന്നത് റൈറ്റ് യുവർ നെയിം അറ്റ് ദ ടോപ്പ് ഓഫ് ദ പേജ്, അറ്റ് ദ ബോട്ടം ഓഫ് ദ പേജ്. ഇതാണ് പ്ലേസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഒരു ജനറലുമായിട്ട് മാത്രമേ പറയുന്നുള്ളൂ. ഇനി വേറൊന്ന്, നമ്മൾക്കൊരു സ്പീക്കിങ്ങില് എന്തുകൊണ്ടാണ് സ്പീക്കിങ്ങിൽ യു ക്യാൻ ബ്രേക്ക് എനി ഗ്രാമർ റൂൾസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, നമുക്ക് വേറെ ഒന്നും കിട്ടിയില്ല, അവിടെ അറ്റുന്നൊന്നും കിട്ടിയില്ലെങ്കിൽ അവിടെ വേറെ ഏതെങ്കിലും ഒരു പ്രിപ്പോസിഷൻ ഉപയോഗിച്ചത് കൊണ്ട് തെറ്റില്ല. പക്ഷെ നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുകയാണെങ്കിൽ അവിടെ ഇത് എല്ലാം എവരിതിങ് കൗണ്ട്സ്, അവിടെ മാർക്ക് പോകുന്നു. അതുപോലെ ഇൻ ദ കാർ, അതായത് കുറച്ച് ചെറിയ വാഹനങ്ങൾ, അതായത് നമുക്ക് വേണ്ടിയിട്ട് നിൽക്കാനൊന്നും പറ്റില്ലല്ലോ കാറിലും അതിലൊന്നും. അപ്പൊ അതുകൊണ്ട് ഇൻ തന്നെ ഉപയോഗിക്കുക. ഇൻ എ ക്ലാസ്, അവിടെ അതൊന്നും ചെറുത് നിൽക്കാൻ പറ്റില്ല എന്നുള്ളതൊന്നും അപ്ലിക്കബിൾ അല്ല. ഇൻ എ ക്ലാസ്, ഐ ആം നൗ ഇൻ എ ക്ലാസ് എന്ന് പറയാം. ഡിക്ഷണറി അങ്ങനെയൊക്കെ വരുമ്പോൾ ഇന്നാണ് ഉപയോഗിക്കുക. ഓൺ ഡിക്ഷണറി എന്നൊന്നും പറയരുത്, അതാണ് ഇവിടെ പോയിന്റ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത്. ഇൻ ഡിക്ഷണറി. ഓൺ, മൈ ഹൗസ് ഈസ് ഓൺ ദ നെഹ്റു സ്ട്രീറ്റ്, ഓൺ ദ ഗാന്ധി സ്ട്രീറ്റ്, അങ്ങനെ ഉപയോഗിക്കുക. ഇനി റോഡ് എന്ന് പറയുമ്പോഴും അതാണ് ഓൺ ആണ് വരിക. ഓൺ കോളേജ് റോഡ്, ഓൺ കോർട്ട് റോഡ്, ഓൺ ബീച്ച് റോഡ് എന്നൊക്കെ പറയും. അതൊക്കെ ഈ റോഡൊക്കെ വരുമ്പോൾ അത് ഓൺ ആണ് ഉപയോഗിക്കുക. ഇനി അതുപോലെ തന്നെ അനദർ പോയിന്റ് ടു റിമെമ്പർ എന്ന് പറഞ്ഞാൽ ഫ്ലോറുകൾ, ഫ്ലാറ്റുകളിലൊക്കെ സെക്കൻഡ് ഫ്ലോർ, ഓൺ ദ സെക്കൻഡ് ഫ്ലോർ പോയിന്റ് ഓർമ്മിക്കുക. അതുപോലെ തന്നെ ട്രെയിൻ, ബസ്, പബ്ലിക് ട്രാൻസ്പോർട്ടിനൊക്കെ ഓൺ ഉപയോഗിക്കുക. ഓൺ ട്രെയിൻ, ഓൺ എ ബസ്. അതുപോലെ ന്യൂസ് ആണെങ്കിലും ഐ സോ ദാറ്റ് ഓൺ എ ന്യൂസ് യെസ്റ്റർഡേ, ഞാനത് ഇന്നലെ ന്യൂസിലാണ് കണ്ടത്. ഓൺ ടി വി. അങ്ങനെ ആ ഒരു പോയിന്റുകളൊക്കെ ഒന്ന് ഓർമ്മിക്കുക. ഇനി അടുത്തത് അറ്റാണെങ്കിൽ അറ്റ് ദ ബസ് സ്റ്റോപ്പ്, നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു, ഫോൺ കോൾ വന്നു, വേർ ആർ യു നൗ, ഐ എം അറ്റ് ദ ബസ് സ്റ്റോപ്പ് എന്ന് പറയാം. അറ്റ് ദ മ്യൂസിയം, അറ്റ് എ പാർട്ടി, അതുപോലെ പാർട്ടി പങ്കെടുക്കണ സമയത്ത് ഒരു ഫോൺ കോൾ വന്നു, അപ്പൊ നമ്മൾ എന്ത് പറയും? ഐ ആം അറ്റ് എ പാർട്ടി നൗ, ഡോണ്ട് കോൾ മീ നൗ. അറ്റ് വർക്ക്, അതുപോലെ തന്നെ ഡോണ്ട് ഡിസ്റ്റർബ് മീ, ഐ ആം അറ്റ് വർക്ക്. അതൊക്കെ ഒന്ന് പോയിന്റ് ഓർമ്മിക്കുക.